മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോള് തയ്യാറാക്കാം. ചിക്കൻ റോള് തയ്യാറാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആ ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തത് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് അതുകൂടി ചേർക്കാം. സവാളയിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളതാണ്. പൊടികളെല്ലാം കൂടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം. മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ചിക്കൻ റോൾ ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ റോള് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഷീറ്റ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിന് കുഴച്ചിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. ഞാനിവിടെ പരത്തിയെടുക്കുന്നില്ല, ഒരു ദോശ പോലെ ഒന്ന് ചുട്ടെടുക്കുക ചെയ്യുന്നത്. ഈ മൈദയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ദോശ ഉണ്ടാക്കാനുള്ള ഒരു പരുവമല്ല, അതിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കട്ടയില്ലാതെ വേണം കുഴച്ചെടുക്കാൻ. ഇതൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതിനകത്ത് കട്ടയുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. നമ്മുടെ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിന് പകരം ഞാനിവിടെ ഓട്സ് ഒന്ന് പൊടിച്ചാണ് എടുത്ത് ചേർക്കുന്നത്. 1 കപ്പ് ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പം അതിൻ്റെ ആ എൻഡ് ഭാഗം ഒന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി മൈദയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ മൈദയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് വെക്കാം. നമ്മൾ നേരത്തെ കലക്കി വെച്ച മൈദയുടെ കൂട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതും കൊണ്ട് കനം കുറച്ച് ദോശ പോലെ ചുട്ടെടുക്കാം. നല്ല ലൂസായിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. കനം കുറച്ച് ഒന്ന് പരത്തിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിൻ്റെ ഒരു വശം വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതിങ്ങോട്ട് വിട്ടു പോരും. അപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പാകമായിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും പാൻ കേക്ക് ചുട്ടെടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഒരെണ്ണം കൂടെ തയ്യാറാക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ പാൻ കേക്ക് ഓരോന്നും എടുത്തിട്ട് അതിലേക്ക് 2-3 സ്പൂൺ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ മടക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗം വരുന്നിടത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ വിരൽ കൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മടക്കി വെക്കാം. അപ്പോൾ അതവിടെ ഒട്ടിയിരുന്നോളും. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ നമ്മൾ ഒട്ടിച്ച ഭാഗം അങ്ങ് വിട്ടുപോരും. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ എണ്ണയിലേക്ക് വീണു പോകും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് ഒട്ടിച്ച് വെക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഒരെണ്ണം കൂടി തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ബേക്ക് ചെയ്തെടുക്കുന്ന ചിക്കൻ ഡിന്നർ റോളിൻ്റെ റെസിപ്പി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊന്ന് നോക്കിയാൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 2 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ മുട്ട ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഇത് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തേ ഉള്ളൂ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ റോളും എടുത്ത് മുട്ടയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഓട്സിൻ്റെ പൊടിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് റോൾ ചെയ്യാനായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓട്സ് എടുത്തേ ഉള്ളൂ. ഈ ഓട്സിൽ കോട്ട് ചെയ്തെടുത്ത ഓരോ ചിക്കൻ റോളും നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് ഇത്രയും ഓയിൽ ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. കാരണം നമ്മൾ പിന്നെ ആ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. ഇത്രയും ഓയിൽ ഒഴിച്ചാലും മതി. നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മുടെ ചിക്കൻ റോൾ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.